എൻ്റെ പിൻട്രസ്റ്റിൻ്റെ ഫീഡിൽ ഞാൻ എപ്പോഴും കാണാറുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ഇത്. ഐസ് സ്റ്റിക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. ആദ്യം തന്നെ റൗണ്ട് ഷേപ്പിലൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഓരോന്നായിട്ട് ഐസ് സ്റ്റിക്സ് ഒട്ടിച്ച് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ബേസ് ആയിട്ട് വൈറ്റ് കളർ പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ റെഡിൽ തുടങ്ങി പിങ്കിലൂടെ ഒരു വൈറ്റ് കളറിലേക്ക് എത്തുന്ന രീതിയിൽ ഒരു പെയിന്റിംഗ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്രയും ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നി ബാക്ക്ഗ്രൗണ്ട് ഒരു റെഡ് കളറാക്കാന്നുള്ളത്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് കളർ പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു. നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടാണ് ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഇതിലേക്ക് കുറച്ച് റൈറ്റിംഗ്സ് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ്നർ ആണ് കേട്ടോ. ആദ്യം കുറച്ച് അറബിക് റൈറ്റിംഗ്സ് ആഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറെ കാലം യൂസ് ചെയ്യാത്ത വൈറ്റ്നർ ആയതുകൊണ്ടാണോ എനിക്കത് വഴങ്ങാത്തതുകൊണ്ടാണോ അറിയില്ല, കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ചെറിയൊരു ലെറ്റർ എഴുതാൻ തന്നെ. ഫസ്റ്റ് അറ്റംപ്റ്റും പാളി, സെക്കൻഡ് അറ്റംപ്റ്റും പാളി. പിന്നെ എല്ലാം ചുരണ്ടി ഒഴിവാക്കിയിട്ട് റീപെയിന്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കാണുമ്പോൾ ഇതിന് വലിയ കുഴപ്പമൊന്നും തോന്നണില്ല. പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോൾ തീരെ പെർഫെക്റ്റ് ആകാത്ത പോലെയാണ് തോന്നിയിട്ടുണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് ചുരണ്ടി ഒഴിവാക്കിയിട്ട് റീപെയിന്റ് ചെയ്തെടുക്കുന്നത്. അവസാനം കുറേ ടൈം ഇരുന്ന് നല്ല ക്ഷമയിൽ ചെയ്തെടുത്തപ്പോഴാണ് ഈ ഒരു ഫൈനൽ ലുക്ക് എനിക്ക് കിട്ടിയത് കേട്ടോ. അതന്നെ ലാസ്റ്റ് ആയപ്പോൾ വൈറ്റ്നറിൽ ഇങ്ക് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പെയിന്റ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളിട്ടോ.